ഉമ്മൻചാണ്ടി സാറിന് വിടവു നികത്താനാളുണ്ടോ? ഇനിയും ഈ ചോദ്യത്തിനുത്തരമൊന്നുണ്ടോ? ഇമ്മാതിരി ജനനേതാവ് ഒന്നു ജനിച്ചത് അറിവുണ്ടോ? ഇനിയും ഈ ലോകത്തിൽ നല്ലവരും സഖിയാരുണ്ടോ? ഇന്നും ഞങ്ങളുടെ കൂടെയുണ്ട് ഉമ്മൻചാണ്ടി സാറ്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും ഉമ്മൻചാണ്ടി സാറ് ജീവിക്കുന്നു. കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ സാറിൻ്റെ അടുത്ത് ഞാൻ ഹെൽപ്പ് ചോദിച്ച് വന്നതാണ്. എന്നെ ഒന്ന് സഹായിക്കുക, ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സാറ് 50,000 രൂപ തന്ന് ഞങ്ങളെ സഹായിച്ചതാണ്. ഇന്നും ഞങ്ങൾക്ക് ആ നന്ദി മറക്കാൻ പറ്റില്ല. സാർ ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു സാറ്. കുഞ്ഞ് ജന്മനാ കാഴ്ചയില്ലെന്ന് കേട്ടപ്പോൾ തൊട്ട് അയാൾക്ക് വേണ്ടായിരുന്നു കുഞ്ഞിനെ. ഇനി കൊന്നുകളയണം, വേണ്ട, ഇതിനെ നോക്കത്ത് പോലും ഇല്ലായിരുന്നു. ഞാൻ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം ചരമവാർഷിക ദിനത്തിന് വന്നതാണ്. ഞങ്ങളെ ഒത്തിരി സഹായിച്ചതാണ്. സാർ എനിക്ക് എൻ്റെ ഒരു ഫാദറിനെ പോലെയായിരുന്നു. എൻ്റെ ഈ മോള് ജന്മനാ കാഴ്ചയില്ലാത്ത കുട്ടിയാണ്. ഈ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ സാറിൻ്റെ അടുത്ത് ഞാൻ ഹെൽപ്പ് ചോദിച്ച് വന്നതാണ്. എന്നെ ഒന്ന് സഹായിക്കുക, ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സാറ് 50,000 രൂപ തന്ന് ഞങ്ങളെ സഹായിച്ചതാണ്. ഇന്നും ഞങ്ങൾക്ക് ആ നന്ദി മറക്കാൻ പറ്റില്ല. സാർ ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു സാറ്. വരാറുണ്ട്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. സാറിനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുകയില്ല. എൻ്റെ ഫാദറും മദറും മരിച്ചുപോയി. സാറ് ഞങ്ങളുമായിട്ട് ഒരു പ്രത്യേക ഒരു അടുപ്പമായിരുന്നു. എൻ്റെ പപ്പയുടെ അടുത്തൊക്കെ വന്നതാണ് സാറ്. യൂണിവേഴ്സിറ്റി, എൻ്റെ പപ്പ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഗസ്റ്റഡ് ഓഫീസറായിരുന്നു. അങ്ങനെ ഒരു നല്ല ഒരു ബന്ധമുള്ള ആയിരുന്നു. കുഞ്ഞിനെ ഞാൻ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സാറിൻ്റെ അടുത്ത് ഹെൽപ്പിന് വേണ്ടി വന്നതാണ്. അപ്പോൾ സാർ ജന്മനാ കാഴ്ചയില്ല. ഇന്നും ഈ കുഞ്ഞിനെ നോക്കാൻ ആരും ഇല്ല. ഭർത്താവ് എന്നാൾ ചിലവിനൊന്നും തരത്തില്ല. രണ്ടുപേരും, ഈ 2 മക്കളെയും എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി. എന്നെ അടക്കം വേറൊരു പെണ്ണുമായിട്ട് എനിക്ക് ജീവിക്കുന്നത്. ചിലവിനും തരത്തില്ല. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുമാണ് ഞാൻ. പക്ഷേ എൻ്റെ ആ സഹോദരൻ, എൻ്റെ ഇളയത്, അവൻ കുവൈറ്റിൽ കുടുംബമായി ജീവിക്കുന്നു. അവൻ 5,000 രൂപ തരുന്നതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞു പോകുന്നത് ഓരോ ദിവസവും. എനിക്ക് ഈ മോളെ ഞാൻ 10 വരെ പഠിപ്പിച്ചെടുത്തും തുടർന്ന് പഠിപ്പിക്കാനുള്ള പൈസയൊന്നും എനിക്കില്ല. പക്ഷേ ഇവൾ കുഞ്ഞുനാൾ തൊട്ട് നന്നായിട്ട് പാടുമായിരുന്നു. അന്നേരം ഞാൻ ഈ ഫോണിൽ കൂടെ യൂട്യൂബിലൂടെ ക്രിസ്തീയ ഗാനങ്ങളും എല്ലാ പാട്ടുകളും കേൾപ്പിക്കും. അങ്ങനെ കേട്ട് പഠിക്കുന്ന പതിവുണ്ടായിരുന്നു. ഒരു 3-4 പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ അവൾ പെട്ടെന്ന് പഠിച്ചെടുക്കും. പാട്ട് പഠിപ്പിച്ചതല്ല. അവസാനം എൻ്റെ പപ്പ ഈ കുഞ്ഞിനെ നോക്കിയപ്പം കൊച്ചു TV വയ്ക്കുമ്പോൾ പപ്പ പറയും, പിള്ളേരോട് 2 പേരോടും പറയും, മലയാളം വെച്ച് കാണല്ലേ, ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിട്ട് വെച്ച് കാണാൻ പറയും. അങ്ങനെ ഈ കുഞ്ഞ് ഹിന്ദി നന്നായിട്ട് പഠിച്ചു. അപ്പോൾ ഒരു പാട്ട് കേട്ടാൽ അത് പെട്ടെന്ന് ആ മലയാളം പാട്ട് പെട്ടെന്ന് ഹിന്ദിയിലേക്ക് എടുത്ത് പാടാനുള്ളൊരു കഴിവ് ഈ കുഞ്ഞിനുണ്ട്. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ ഹെലൻ കെല്ലർ എങ്ങനെയായിരുന്നോ നമ്മൾ പഠിച്ച കാലത്ത്, ഹെലൻ കെല്ലർ എങ്ങനെയായിരുന്നോ, നമുക്കൊരു ഊനം ഉണ്ടെന്നും പറഞ്ഞ് നമ്മളതിനെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. അതിനെ നല്ലൊരു പൊസിഷനിൽ നല്ലൊരു ഉയർത്തിയെടുക്കണം. അതാണ് എനിക്ക് ആഗ്രഹം. എനിക്ക് ഈ മോളെ എനിക്ക് ഉയർത്തിയെടുക്കണം. ലോകത്തിൽ ഇവളൊരു മാതൃകയുള്ളൊരു കുഞ്ഞായി, എല്ലാവർക്കും ഹെലൻ കെല്ലറിനെ പോലെ ഒരു നല്ലൊരു കുഞ്ഞായി തീരണം. അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഞാനൊരു സുഖമില്ലാത്ത അമ്മയാണ്. കണ്ടു. കുഞ്ഞിനെ ചികിത്സിക്കാനായി ഒരു ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. അതിൽ വിളിക്കാൻ പറഞ്ഞേക്കുവാണ്. അപ്പം ഞാൻ അതിൽ വിളിക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ ചികിത്സ എന്തേലും ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഉണ്ട്. ഇന്നും ഞങ്ങളുടെ കൂടെയുണ്ട് ഉമ്മൻചാണ്ടി സാറ്. ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും ഉമ്മൻചാണ്ടി സാറ് ജീവിക്കുന്നു. ഇന്നും ഞങ്ങളെ സാറെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇത്രയും നല്ലൊരു മനുഷ്യൻ ഈ ലോകത്തിലില്ല. ഇത്രയും സ്നേഹവാനായൊരു മനുഷ്യൻ. അതുകൊണ്ട് എനിക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം വാർഷികത്തിലെത്തുമ്പോൾ വീണ്ടും വന്ന് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. തീർച്ചയായും ഉമ്മൻചാണ്ടി സാറിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്.
എല്ലാവരെയും ദൈവം ഉമ്മൻചാണ്ടി സാർ അനുഗ്രഹിക്കാൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മോളുടെ ചെറുതായിരിക്കുമ്പോൾ തന്നെയായിരുന്നു പിതാവ്? അതെ, എൻ്റെ പപ്പയെല്ലാം ഉപേക്ഷിച്ച് പോയതാണ്, എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്. കുഞ്ഞ് ജന്മനാ കാഴ്ചയില്ലെന്ന് കേട്ടപ്പോൾ തൊട്ട് അയാൾക്ക് വേണ്ടായിരുന്നു കുഞ്ഞിനെ. ഇനി കൊന്നുകളയണം, വേണ്ട, ഇതിനെ നോക്കത്ത് പോലും ഇല്ലായിരുന്നു. ഇതിനെ നോക്കിയതൊക്കെ എൻ്റെ മമ്മിയും പപ്പയായിരുന്നു. ഈ കുഞ്ഞിനെ വട്ടത്തിൽ കറങ്ങുമ്പോൾ തന്നെ മമ്മിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ വിദേശത്ത് പോയതാണ്. ഉണ്ടാക്കിയ പൈസ എല്ലാം ദൂർത്തടിച്ചു പുള്ളി, എൻ്റെ ഹസ്ബൻഡ്. ഇന്ന് എൻ്റെ അമ്മയും അപ്പനും പോയത് എനിക്ക് താങ്ങാൻ മേലാത്ത വേദനയാണ്. അതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടി സാറും എൻ്റെ പപ്പയുടെ ഒരു സ്ഥാനത്താണ്. ഇന്നും എനിക്കത് മറക്കാൻ പറ്റുകയില്ല. ഇവള് ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി ആണ്, അതുകൊണ്ടാണ് ഇവളൊരു പാട്ട് ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി അവൾ തന്നെ സ്വയം എടുത്ത് പാടിയ പാട്ടാണ്. ഉമ്മൻചാണ്ടി സാറിന് വിടവു നികത്താനാളുണ്ടോ? ഇനിയും ഈ ചോദ്യത്തിനുത്തരമൊന്നുണ്ടോ? ഇമ്മാതിരി ജനനേതാവ് ഒന്നു ജനിച്ചത് അറിവുണ്ടോ? ഇനിയും ഈ ലോകത്തിൽ നല്ലവരും സഖിയാരുണ്ടോ? ഇനിയും മലയാളക്കരയിൽ ഒന്നിക്കും നേതാവല്ലേ? ഇന്നും ജനക്ഷാമത്തിനായൊന്നായി പൊരുതി ജയിച്ചില്ലേ? അമരത്തു വസിച്ചവരെല്ലാം മുമ്പും യാത്ര പറഞ്ഞില്ലേ? ഇന്നും ആ ഓർമ്മകൾ നമുക്ക് നല്ലൊരു പാഠം തന്നില്ലേ? ഏക് ദുനിയാ കെ അച്ഛേ സേ ബഡ് ജാത്തെ ഹോ, ഉമ്മൻ बापूजी के लेने ले सब जाएंगे, तेरे मिलकरने से पास हो जाएंगे. हिंदी कोची टीवी में देखा. ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഉമ്മൻചാണ്ടി അത് കുഞ്ഞിലെ ഞാൻ ശബ്ദം കേട്ടിട്ടുണ്ട്. ആവാസ് സുന. അതിപ്പോഴും ഓർമ്മയുണ്ടല്ലേ? ആ, അതിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഒരു മാലാഖയെ പോലെ ഉമ്മൻചാണ്ടി സാർ. ഒരു ഏഞ്ചൽസ് ആണ്, ഏഞ്ചൽസ്. ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ഇനി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പാട്ടൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കേട്ടാണ്. എൻ്റെ മമ്മി യൂട്യൂബിൽ കേട്ടാണ് പഠിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ എൻ്റെ മമ്മിയാണ് എന്നെ ഉയർത്തിയത്. എൻ്റെ പപ്പ പോലും എന്നെ ശ്രുതിയില്ല, താളമില്ല എന്ന് പറഞ്ഞെങ്കിലും എന്നെ മമ്മി ഒരു മാലാഖയാണ്. മമ്മി ദൈവത്തിൻ്റെ ഒരു പുത്രിയാണ്. ഇങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പാട്ട് പാടാൻ എപ്പോഴാണ് തോന്നിയത്? അത് എൻ്റെ മനസ്സിൽ ഈ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ ഓരോ ആണ്ടിലും വർഷങ്ങളിലൊക്കെ വരുമ്പോഴേക്കും എനിക്കാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറിനെ കാണണമെന്ന് ഉമ്മൻചാണ്ടി സാറിന് കണ്ടപ്പോൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് അപ്പം ഞാൻ എഴുതിയതാണ് ഈ പാട്ട്. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് എഴുതാൻ അറിയത്തില്ല. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ എഴുതിയതാണ്. മേ മൻമേ ലിഖ. ആ ശബ്ദം കേട്ട നാൾ തൊട്ട് ഈ വരികൾ മനസ്സിലുണ്ട്. മേ മൻമേ ലിഖ. അത് ഞാൻ ഹിന്ദിയിലേക്ക് എടുത്ത് പാടും. എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, മൈ ഫേവറേറ്റ് ഹിന്ദി ഇഷ്ടമായതുകൊണ്ട്, ഹിന്ദി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എവിടെയും രാജ്യത്തും പോയതല്ല. പക്ഷേ എൻ്റെ അപ്പച്ചനും അമ്മാജിയും കൊച്ചി ടി വി കണ്ട് കേൾപ്പിച്ച് അങ്ങനെ ഇംഗ്ലീഷും ഹിന്ദിയാണ് അങ്ങനെ കേട്ടാണ് ഹിന്ദി പഠിച്ചത്. പിന്നെ ഹിന്ദി പാട്ടുകളെല്ലാം എനിക്ക്, ക്രിസ്ത്യൻ പാട്ടുകളും എല്ലാ പാട്ടും, മതവും ജാതിയും മതവും ഒന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ മുസ്ലിം പാട്ടാണെങ്കിലും ഈ പാട്ട് മുസ്ലിമിൻ്റെ പാട്ടിൻ്റെ ട്യൂൺ പോലെ ആണെങ്കിലും ഞാനത് എഴുതിയെടുത്തു. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ചികിത്സയ്ക്ക് സഹായിക്കാന്ന് പറഞ്ഞത് അത് സന്തോഷം നൽകുന്നില്ലേ? അത് സന്തോഷം നൽകുന്ന ഒരു വലിയ ഒന്നാണ്. പക്ഷെ ദൈവം ഒരുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ഒരു കണ്ണും കണ്ടിട്ടില്ല, യാതൊരുടെ മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്നാണ് യേശു കർത്താവിന് പറഞ്ഞെങ്കിൽ, യേശു കർത്താവിന് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ യേശു കർത്താവ് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ശക്തനാണ്. ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പോയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, പൂവൊക്കെ കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ച്, मैं प्रार्थना करता है प्रभु यीशु मसीह आज से मिलेगा और चमकते जाएगा. അത് ഇങ്ങനെ ആകാശത്തുനിന്ന് ഇങ്ങനെ തിളങ്ങുന്ന പോലെയാണ് എൻ്റെ ഇന്നറായിക്കൂടെ ഞാൻ കാണുന്നത്.